ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വിൽ ഹാവ് ആൻഡ് വുഡ് ഹാവ്. വിൽ ഹാവ് ആൻഡ് വുഡ് ഹാവ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിൽ ആൻഡ് വുഡ്, ഈ രണ്ട് മോഡൽ വേർബ്സിനെ പറ്റി നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൽ ഹാവ് ആൻഡ് വുഡ് ഹാവ്. അതിൻ്റെ മീനിങ് എന്താണ് വരുന്നത്, അത് എങ്ങനെയുള്ള സെൻറ്റൻസുകളിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വിൽ ഹാവ് ആൻഡ് വുഡ് ഹാവ് എന്നതിൻ്റെ അത് ഉപയോഗിക്കുന്നതിൻ്റെ കൺഫ്യൂഷൻ ഈ ലെസൺ കാണുന്നതോടുകൂടി മാറും. ശ്രദ്ധിക്കുക. വിൽ ഹാവ് ഉപയോഗിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് സിറ്റുവേഷൻസിലാണ്. ഒന്ന് പൊസഷൻ കാണിക്കുന്നതിന് വേണ്ടി, പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ. ഇങ്ങനെ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, പൊസഷൻ. പൊസഷൻ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്, സ്വന്തമായി ഉണ്ടാകുക. ഫ്യൂച്ചറിൽ എനിക്ക് സ്വന്തമായി ഒരു കാറുണ്ടാകും, ഫ്യൂച്ചറിൽ അവന് സ്വന്തമായി ഒരു വീടുണ്ടാകും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സ്വന്തമായി ഉണ്ടാകുക എന്ന അർത്ഥത്തിലാണ് പൊസസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ വിൽ ഹാവ് ഉപയോഗിക്കാം. വിൽ നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്, ഭാവി കാലത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഹാവ് ആണെങ്കിൽ അത് നമുക്കറിയാം സ്വന്തമായി ഉണ്ടാവുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വിൽ ഹാവ് എന്ന് പറയുമ്പോൾ അത് പൊസഷന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഫ്യൂച്ചറിൽ ഒരു കാര്യം ഉണ്ടാകും, ഫ്യൂച്ചറിൽ സ്വന്തമായി ഒരു കാര്യം ഉണ്ടാകും എന്ന് പറയുന്നതിന്, ഒരു വസ്തു ഉണ്ടാകും എന്ന് പറയുന്നതിനാണ് വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ട് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എനിക്ക് ആ ഒരു വസ്തു എനിക്ക് സ്വന്തമായി ഉണ്ടാകും എന്ന് പറയുമ്പോഴാണ് നമ്മൾ വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. ഈ കൊല്ലത്തിൻ്റെ അവസാനം ആവുമ്പോഴേക്കും അവൾക്ക് ഒരു കാർ ഉണ്ടാകും. ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ ഷീ വിൽ ഹാവ് എ കാർ. നോക്കൂ, ഷീ വിൽ ഹാവ് എ കാർ. ഷീ, അവൾ എന്നതാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് തന്നെ ഷീ വിൽ ഹാവ് എ കാർ. ഇനി ഷീ എന്നതിന് പകരം വേറെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് അവിടെ ഉപയോഗിക്കാം. ദേ വിൽ ഹാവ് എ കാർ, അവർക്ക് ഒരു കാർ ഉണ്ടാകും എന്നാകും. വി വിൽ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാർ ഉണ്ടാകും എന്നാകും. ഹീ വിൽ ഹാവ് എ കാർ, അവന് ഒരു കാർ ഉണ്ടാകും. ജോൺ വിൽ ഹാവ് എ കാർ, ജോണിന് ഒരു കാർ ഉണ്ടാകും. അപ്പോൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഈ വിൽ ഹാവിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. കുറേ വർഷങ്ങൾ പൈസയൊക്കെ സേവ് ചെയ്ത ശേഷം അവർക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകും എന്നാണ് നമുക്ക് പറയേണ്ടത്. കുറേ വർഷങ്ങൾ പൈസ സേവ് ചെയ്ത് ഒരു സ്വന്തമായിട്ട് അവർക്ക് ഒരു വീടുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ആഫ്റ്റർ സേവിങ് ഫോർ സെവറൽ ഇയേഴ്സ് ദേ വിൽ ഹാവ് ദെയർ ഓൺ ഹൗസ്. അവർക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകും. ദേ വിൽ ഹാവ്. വിൽ ഹാവിൻ്റെ ഉപയോഗം നോക്കൂ, പൊസഷനാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോഴല്ല, ഭാവിയിലെ കാര്യമാണ് പറയുന്നത്. കുറേ വർഷങ്ങൾ സേവ് ചെയ്ത ശേഷം എന്ന് പറയുന്നില്ലേ, അപ്പോൾ ഭാവിയിലെ കാര്യമാണ് പറയുന്നത്. ഇൻ എ ഫ്യൂ ഇയേഴ്സ് ഐ വിൽ ഹാവ് ഇനഫ് എക്സ്പീരിയൻസ് ടു സ്റ്റാർട്ട് മൈ ഓൺ കമ്പനി. ഇൻ എ ഫ്യൂ ഇയേഴ്സ്, അപ്പോൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എന്താണ്? ഐ വിൽ ഹാവ് ഇനഫ് എക്സ്പീരിയൻസ് ടു സ്റ്റാർട്ട് മൈ ഓൺ കമ്പനി. എൻ്റെ സ്വന്തമായി എനിക്കൊരു കമ്പനി തുടങ്ങാനുള്ള എക്സ്പീരിയൻസ്, അതിന് ആവശ്യമായുള്ള ഇനഫ് എക്സ്പീരിയൻസ് പരിചയസമ്പത്ത് എനിക്കുണ്ടാകും. ഇവിടെ നോക്കൂ, എക്സ്പീരിയൻസിനെ പറ്റിയാണ് പറയുന്നത്. അതൊരു വസ്തുവല്ല, നമുക്കത് തൊട്ടു നോക്കാൻ പറ്റുന്ന ഒരു വസ്തുവല്ല. കാർ, ഹൗസ് എന്നൊക്കെ പറയുന്നത് പോലെയല്ല ഇനഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇനഫ് എക്സ്പീരിയൻസ് അതായത് പരിചയസമ്പത്ത് എനിക്കുണ്ടാകും. ഇവിടെയൊക്കെ എനിക്കുണ്ടാകും, അവർക്കുണ്ടാകും, അവന് ഉണ്ടാകും, എൻ്റെ ഫ്രണ്ട്സിന് ഉണ്ടാകും. ഇങ്ങനെ ഏത് സബ്ജക്റ്റ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് വിൽ ഹാവ് ഇത്തരം മീനിങ്സിൽ ഉപയോഗിക്കാം, പൊസഷൻ കാണിക്കുന്നതിന് വേണ്ടി. പിന്നെ ഈ പൊസഷൻ പറയുമ്പോൾ നമുക്കവിടെ ഒരു ആക്ഷൻ ഒന്നും ഇല്ല, ഒരു ആക്ഷൻ വേർബിൻ്റെ ആവശ്യം അവിടെയില്ല. എനിക്ക് സ്വന്തമായി ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിൽ ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരോ ഒരു നൗണോ ഒക്കെ ആയിരിക്കും. ഇനഫ് എക്സ്പീരിയൻസ്, ഇനഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇനഫ് നോളജ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നൗണാണ്. ഐ വിൽ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ കാർ ഒരു നൗണാണ്. ഇനി അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് വിൽ ഹാവ് ഉപയോഗിക്കുന്നത്.
കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ഈ കൊല്ലത്തിന് ഈ ഒരു വർഷത്തിൻ്റെ എൻഡിന് മുൻപ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. 2 ഡേയ്സിനുള്ളിൽ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അടുത്ത വർഷം ഈ സമയം ആവുമ്പോഴേക്കും ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും, ഈ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നർത്ഥത്തിലാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. അവിടെ ഒരു ആക്ഷൻ ഉണ്ട്, അത് ചെയ്ത് ആ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. പോകുക എന്ന ഒരു ആക്ഷൻ അവിടെ വന്നു. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ആക്ഷൻ അവിടെ വന്നു. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഷീ വിൽ ഹാവ് റിട്ടൺ ദ നോവൽ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്ന് പറയുമ്പോൾ ഈ കൊല്ലത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ഷീ വിൽ ഹാവ് റിട്ടൺ ഹെർ നോവൽ. അവൾ അവളുടെ നോവൽ എഴുതി കഴിഞ്ഞിരിക്കും എന്നാണ്. ആ നോവലിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് അവിടെ മീനിങ്. വിൽ ഹാവ് കഴിഞ്ഞിട്ട് റിട്ടൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൈറ്റ് എന്നത് ഒരു ആക്ഷൻ വേർബാണ്. അതിൻ്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അവിടെ ഉപയോഗിക്കുന്നത്. വിൽ ഹാവ് റിട്ടൺ. നമ്മൾ പൊസഷനെ പറ്റി പഠിച്ചപ്പോൾ അവിടെ ഒരു ആക്ഷൻ വെർബിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ വിൽ ഹാവ് റിട്ടൺ, ഷീ വിൽ ഹാവ് റിട്ടൺ ഹെർ നോവൽ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. അപ്പോൾ വിൽ ഹാവ് റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും. വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. വിൽ ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. വിൽ ഹാവ് റെഡ് എന്ന് പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. വിൽ ഹാവ് ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഇതിനൊപ്പം ഉപയോഗിക്കാം. ദേ വിൽ ഹാവ് റിട്ടൺ, വി വിൽ ഹാവ് റിട്ടൺ, ഷീ വിൽ ഹാവ് റിട്ടൺ, അങ്ങനെ ഐ വിൽ ഹാവ് റിട്ടൺ. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. പക്ഷേ വിൽ ഹാവ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഒരു ആക്ഷൻ ഉണ്ട്. ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ സമയത്തിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു സമയമാവുമ്പോഴേക്കും ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന അർത്ഥത്തിലാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ബൈ നെക്സ്റ്റ് സമ്മർ ദേ വിൽ ഹാവ് റെനോവേറ്റഡ് ദെയർ ഹൗസ്. അവരുടെ വീട് ഈ സമ്മറിൻ്റെ അവസാനം ആകുമ്പോഴേക്കും, ബൈ ദ എൻഡ് ഓഫ് ദിസ് സമ്മർ, ഈ സമ്മറിൻ്റെ അവസാനം ആകുമ്പോഴേക്കും അവരുടെ വീട് പുതുക്കി പണിത് കഴിഞ്ഞിട്ടുണ്ടാകും. റെനോവേഷൻ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കും ഈ ഒരു സമ്മർ കഴിയുമ്പോഴേക്കും എന്നാണ്. വിൽ ഹാവ് റെനോവേറ്റഡ്. അപ്പോൾ 2 യൂസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിൽ ഹാവിൻ്റെ ഒന്ന് പൊസഷൻ കാണിക്കുന്നതിനാണ്, രണ്ടാമത്തേത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. പൊസഷൻ കാണിക്കുമ്പോൾ അവന് സ്വന്തമായി ഒരു വീടുണ്ടാകും എന്നാണ് പറയുന്നത്. അടുത്ത കൊല്ലം അവസാനമാകുമ്പോഴേക്കും അവന് സ്വന്തമായി ഒരു വീടുണ്ടാകും. അതേസമയം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വിൽ ഹാവ് ഉപയോഗിക്കുമ്പോഴെങ്ങനെയാണ്? ഈ കൊല്ലം അവസാനമാകുമ്പോഴേക്കും അവൻ സ്വന്തമായി ഒരു വീട് പണിതിട്ടുണ്ടാകും, ഒരു വീട് പണിത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ആക്ഷൻ ഉണ്ട്. അതേസമയം പൊസഷൻ ആവുമ്പോൾ അവിടെ ആക്ഷൻ ഇല്ല. വി വിൽ ഹാവ് എ ന്യൂ ഹൗസ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ഈ കൊല്ലം അവസാനമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു പുതിയ വീട് ഉണ്ടാകും. ഇവിടെ പൊസഷനാണ്. വി വിൽ ഹാവ് എ ന്യൂ ഹൗസ്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ വി വിൽ ഹാവ് കൺസ്ട്രക്റ്റഡ് എ ന്യൂ ഹൗസ്. ഈ കൊല്ലം അവസാനമാകുമ്പോഴേക്കും ഞങ്ങൾ ഒരു പുതിയ വീട് പണിത് കഴിഞ്ഞിട്ടുണ്ടാകും എന്നായി. വി വിൽ ഹാവ് കൺസ്ട്രക്റ്റഡ്. കൺസ്ട്രക്റ്റ് എന്ന ഒരു വേർബിൻ്റെ 3rd ഫോം അവിടെ ഉപയോഗിച്ചു. അപ്പോൾ ആദ്യത്തെ യൂസ് വിൽ ഹാവിൻ്റെ പൊസഷനാണ് കാണിക്കുന്നത് ആദ്യത്തെ സെൻറ്റൻസിൽ. രണ്ടാമത്തെ സെൻറ്റൻസ് ആണെങ്കിൽ വിൽ ഹാവിൻ്റെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ്, ആ ഒരു ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി വിൽ ഹാവ് എ കാർ ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. ഈ മാസം അവസാനമാകുമ്പോഴേക്കും അവന് ഒരു കാർ ഉണ്ടാകും. ഹി വിൽ ഹാവ് ബോട്ട് എ ന്യൂ കാർ ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് എന്ന് പറഞ്ഞാലോ, ഈ മാസം അവസാനമാകുമ്പോഴേക്കും അവനൊരു പുതിയ കാർ വാങ്ങിയിരിക്കുമെന്നായി. ബൈ എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബോട്ട് അവിടെ ഉപയോഗിച്ചു. ഹി വിൽ ഹാവ് ബോട്ട്. ഫസ്റ്റ് സെൻറ്റൻസിലാണെങ്കിൽ ഹി വിൽ ഹാവ് എ കാർ എന്നേ പറയുന്നുള്ളൂ.
ഇനി അടുത്തത് വുഡ് ഹാവ്. വുഡ് ഹാവ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ഹൈപ്പത്തറ്റിക്കൽ പൊസഷൻ. രണ്ടാമത്തേത് ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ എന്താണ് ആദ്യത്തേത്? ഹൈപ്പത്തറ്റിക്കൽ പൊസഷൻ എന്താണ്? പൊസഷനെ പറ്റി നമ്മൾ വിൽ ഹാവ് എവിടെ ഉപയോഗിക്കുമെന്ന് പഠിച്ചപ്പോൾ പൊസഷനെ പറ്റി നമ്മൾ പഠിച്ചു. ഫ്യൂച്ചറിൽ നമുക്ക് ഒരു കാര്യം, ഒരു വസ്തു ഉണ്ടാകും, സ്വന്തമായി ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിച്ചത് വിൽ ഹാവ് ഉപയോഗിച്ചപ്പോൾ. പക്ഷേ വുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ ഹൈപ്പത്തറ്റിക്കൽ പൊസഷനാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡിഫറൻ്റാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, സാധാരണ നമ്മൾ വിൽ ആൻഡ് വുഡ് ഉപയോഗിക്കുമ്പോൾ വിൽ ആൻഡ് വുഡ് തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? വിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ ഉപയോഗിക്കും. ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ വിൽ എന്ന് പറയുമ്പോൾ അത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാണിക്കുന്നത് സെർട്ടൻറ്റിയാണ്. ഞാൻ നാളെ പോകും, അവൻ നാളെ ഇവിടെ വരും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ നിനക്ക് ആ ഒരു വസ്തു തരും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ വളരെ ഷുവറായിട്ടുള്ള കാര്യം, വളരെ സെർട്ടൻ ആണത്. അപ്പോൾ സെർട്ടൻറ്റി ആണ് അത് കാണിക്കുന്നത്, ഉറപ്പ് വിൽ ഉപയോഗിക്കുമ്പോൾ. പക്ഷേ വുഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല, അതിന് അത്രയ്ക്ക് ഉറപ്പില്ല, അത് നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വുഡ് ഹാവിൻ്റെ ഉപയോഗം ഹൈപ്പത്തറ്റിക്കൽ പൊസഷൻ എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നു. ഫ്രണ്ട് ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള വാച്ച് കെട്ടിയിരിക്കുന്നു, എക്സ്പെൻസീവായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇട്ടിരിക്കുന്നു, എക്സ്പെൻസീവായിട്ടുള്ള സാരി ഉടുത്തിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഷീ വുഡ് ഹാവ് മണി. ഷീ വുഡ് ഹാവ് മണി എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ പൈസ ഉണ്ടാവും എന്ന്. ഇത് ഞാൻ ഊഹിക്കുന്നതാണ്, അത് ട്രൂ ആവണം എന്നില്ല. ഷീ വുഡ് ഹാവ് മണി. ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് ഞാനത് ചിന്തിക്കുന്നത്, അവളുടെ കയ്യിൽ പൈസ ഉണ്ടാകും എന്ന്. അല്ലാതെ ഫ്യൂച്ചറിൽ ഒരു സമയത്തിന് ശേഷം അവൾക്ക് പൈസ ഉണ്ടാകും എന്നല്ല ഇവിടെ പറയുന്നത്. വുഡ് ഹാവ് ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലല്ല, പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഗസ് ചെയ്യുകയാണ്, നമ്മൾ സങ്കല്പിക്കുകയാണ് അവളുടെ കയ്യിൽ പൈസ ഉണ്ടാകും എന്ന്. പ്രസൻറ്റ് മൊമെൻറ്റിലാണ്, ഫ്യൂച്ചറിൽ അല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസാണ്. വിൽ ഹാവ് ഉപയോഗിച്ചപ്പോൾ പൊസഷനെ പറ്റി നമ്മൾ പറഞ്ഞു, ഇന്ന സമയത്തിനുള്ളിൽ അവൾക്കൊരു കാർ ഉണ്ടാകും, അടുത്ത കൊല്ലം ആവുമ്പോഴേക്കും അവളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാകും എന്ന് പറയുന്ന പോലെയല്ല ഇപ്പോൾ അവളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്നത്. ഷീ വുഡ് ഹാവ് മണി എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യം, ഇപ്പോൾ അവളുടെ കയ്യിൽ പൈസ ഉണ്ടാകുമെന്ന് ഞാൻ ഗസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഹീ വുഡ് ഹാവ് മണി എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അത് പ്രസൻറ്റ് ടൈമിനെ പറ്റിയാണ് പറയുന്നത്. പ്രസൻറ്റ് ടൈമിൽ നമ്മൾ ഗസ് ചെയ്യുന്നതാണ്, നമ്മൾ സങ്കല്പിക്കുന്നതാണ്. അതാണ് ഹൈപ്പത്തറ്റിക്കൽ പൊസഷൻ. നമുക്ക് അറിയാവുന്ന ഒരാൾ, അയാൾ എപ്പോഴും വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നു. ഒരുപാട് പ്രോബ്ലംസ് അയാൾക്കുണ്ടെന്നും നമുക്കറിയാം. അയാൾ വല്ലാതെ വീക്കാവുന്നു. ഹീ വുഡ് ഹാവ് ടെൻഷൻ. ഹീ വുഡ് ഹാവ് ടെൻഷൻ റൈറ്റ് നൗ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവന് വല്ലാതെ ടെൻഷൻ ഉണ്ടാകും, അല്ലാതെ ഫ്യൂച്ചറിൽ അവന് ടെൻഷൻ ഉണ്ടാവും എന്നല്ല. ഹീ വുഡ് ഹാവ് ടെൻഷൻ റൈറ്റ് നൗ. അതാണ് ഹൈപ്പത്തറ്റിക്കൽ പൊസിഷൻ. ഒരു കാര്യം ഓർക്കുക, അത് ഫ്യൂച്ചറിലെ കാര്യമല്ല, പ്രസൻറ്റിലെ കാര്യമാണ്. അവിടെ നമുക്ക് ഹീ മേ ഹാവ് ടെൻഷൻ, ഹീ മൈറ്റ് ഹാവ് ടെൻഷൻ, ഹീ മസ്റ്റ് ഹാവ് ടെൻഷൻ, ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മൾ ഗസ് ചെയ്യുന്നത്, എത്രത്തോളം നമുക്ക് ഉറപ്പാണ് എന്നതിനനുസരിച്ചിട്ടാണ് ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത്. അപ്പോൾ വുഡ് ഹാവിൻ്റെ ഉപയോഗം അവിടെയും നമുക്ക് ആകാം. ഇനി വുഡ് ഹാവിൻ്റെ വേറൊരു ഉപയോഗം ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഇൻ ദ പാസ്റ്റ് ആണ്. അവിടെയും നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. പാസ്റ്റിൽ ഒരു കാര്യം ഉണ്ടായി, പക്ഷേ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് വേറൊരു പാസ്റ്റ്, റിയൽ പാസ്റ്റ് അല്ല, നമ്മൾ വേറൊരു കാര്യം ഇമാജിൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ കൃത്യസമയത്ത് തന്നെ ഞാൻ പുറപ്പെട്ടു. വളരെ കൃത്യമായിട്ട് അവിടെ മീറ്റിങ്ങിന് എത്തിച്ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്തു, ഞാൻ പുറപ്പെട്ടു. പക്ഷേ വഴിയിൽ വല്ലാത്ത ട്രാഫിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യസമയത്ത് മീറ്റിങ്ങിന് എത്താൻ പറ്റിയില്ല. അതാണ്
ശരിയായി സംഭവിച്ച കാര്യം. അപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യാണ്, ട്രാഫിക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കൃത്യസമയത്ത് മീറ്റിങ്ങിന് എത്തുമായിരുന്നു എന്ന് പറയുന്നത് അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി പാസ്റ്റാണ്. അതല്ല സംഭവിച്ചത്. എത്തിയില്ല, ട്രാഫിക് ഉണ്ടായിരുന്നു, വഴിയിൽ തടസ്സങ്ങളുണ്ടായിരുന്നു, എനിക്ക് മീറ്റിങ്ങിന് എത്താൻ പറ്റിയില്ല എന്നതാണ് കറക്റ്റായി സംഭവിച്ച കാര്യം. പക്ഷേ ഞാൻ ഇമാജിൻ ചെയ്യാണ്, ഞാൻ എത്തുമായിരുന്നു, ട്രാഫിക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എത്തുമായിരുന്നു. അപ്പോൾ എത്തുമായിരുന്നു, ഞാനത് ചെയ്യുമായിരുന്നു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു, എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ പാസ്റ്റിൽ നടന്നുപോയ ഒരു കാര്യമാണ്, അത് സംഭവിച്ചത് വേറൊരു കാര്യമാണെങ്കിലും നമ്മൾ ഒരു ഇമാജിൻ ചെയ്യുകയാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ. I would have attended the conference, but I had some other commitments. ഞാൻ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു, ബട്ട് ഐ ഹാഡ് സം അതർ കമ്മിറ്റ്മെൻറ്റ്സ്, എനിക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താ, ഞാൻ ചെയ്യുമായിരുന്നു ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന ഒരു ഇമാജിനറി പാസ്റ്റ് ആണ് അവിടെ. നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ്. സാധിക്കില്ല, ഇനി നടക്കില്ല എങ്കിലും നമ്മളത് ഒന്ന് ഇമാജിൻ ചെയ്യണം, അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന്. പലപ്പോഴും കണ്ടീഷണൽ സെൻറ്റൻസസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഫോം, ഈ ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഷീ വുഡ് ഹാവ് പാസ് ദ എക്സാം. ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ, കുറച്ചുകൂടി ഹാർഡായിട്ട് അവൾ പഠിച്ചിരുന്നെങ്കിൽ അവൾ പാസ്സാകുമായിരുന്നു. പാസ്സായില്ല, കൂടുതൽ നന്നായിട്ട് പഠിച്ചില്ല, അതുകൊണ്ട് പാസ്സായില്ല. പക്ഷേ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ഒരു പാസ്റ്റിനെ പറ്റി, അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ പാസ്സാകുമായിരുന്നു. അവിടെ ഈഫ് ക്ലോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് ഹി ഹാഡ് മെറ്റ് ദ മാനേജർ ഹി വുഡ് ഹാവ് ഗോട്ട് ദ ജോബ്. അവൻ മാനേജറെ കണ്ടിരുന്നെങ്കിൽ അവന് ജോലി കിട്ടുമായിരുന്നു. ഹി വുഡ് ഹാവ് ഗോട്ട് ദ ജോബ്. അപ്പോൾ വുഡ് ഹാവിനും എക്സാമ്പിൾസായി വിൽ ഹാവ് ഉപയോഗിക്കുന്നതും വുഡ് ഹാവ് ഉപയോഗിക്കുന്നതും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നൊക്കെ മനസ്സിലായില്ലേ? വിൽ ഹാവ് ആൻഡ് വുഡ് ഹാവ്, ഇതിനെ പറ്റിയുള്ള എല്ലാ കൺഫ്യൂഷൻസും മാറിയിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു.